വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബി.എഡ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഒന്നാമതായിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ബി.എഡ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് നേരത്തെ കൊമേഴ്സ് സബ്ജക്റ്റ് അപേക്ഷ നേരത്തെ വിളിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും നിലവിൽ കൊമേഴ്സ് സബ്ജക്റ്റ്, കാരണം യൂണിവേഴ്സിറ്റി കീഴിൽ എം.കോമിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷമായിരുന്നു ഈ പറയുന്ന കൊമേഴ്സ് ബി.എഡ് അപേക്ഷ വിളിക്കുക എന്നുള്ള ഇൻഫർമേഷൻ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ കൊമേഴ്സ് സബ്ജക്റ്റിലെ വിദ്യാർത്ഥികൾക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും ഇപ്പോൾ ന്യൂ രജിസ്ട്രേഷൻ യൂണിവേഴ്സിറ്റി ഭാഗത്തു നിന്ന് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിന് ആമുഖമായിട്ട് ശ്രദ്ധിക്കുന്ന കാര്യം, കൊമേഴ്സ് ബി.എഡിന് അപേക്ഷ നൽകേണ്ട അവസാന ഡേറ്റ് 31/7/2025, അത് നാളെയാണ് ലാസ്റ്റ് ഡേറ്റ്. ഇനിയും അപേക്ഷ നൽകാത്ത വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും നാളെ ഈ പറയുന്ന കൃത്യമായ സമയത്തിനുള്ളിൽ നിങ്ങൾ അപേക്ഷ കൊടുത്തിടുക. അപേക്ഷ ഫീ SC/ST വിഭാഗത്തിൽപ്പെട്ടവർ 240 രൂപയും അതേപോലെ മറ്റുള്ള എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും 760 രൂപയുമാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അപേക്ഷ എങ്ങനെ കൊടുക്കേണ്ടത് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. അതായത് നേരത്തെ നിങ്ങൾ അപേക്ഷ കൊടുത്ത അതേ രീതിയിൽ തന്നെ KPID അതേപോലെ തന്നെ സെക്യൂരിറ്റി നിങ്ങൾക്ക് ഓൾറെഡി ലഭിക്കുന്നതായിരിക്കും. അത് നമുക്ക് നോക്കാം. അതിന് മുന്നോടിയായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, അപേക്ഷ കൊടുക്കുന്നതിന് മുമ്പ് വിദ്യാർത്ഥികൾ കൃത്യമായ രീതിയിൽ നിങ്ങൾ മാർക്ക് അല്ലെങ്കിൽ ഗ്രേഡ് അതേപോലെ തന്നെ NSS NCC തുടങ്ങിയ വെയിറ്റേജ് കൂടാതെ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് അതേപോലെ സംവരണ വിവരങ്ങൾ, അതായത് SC/ST വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിൽ അല്ലെങ്കിൽ EWS വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിൽ അവർ കൃത്യമായ രീതിയിൽ എല്ലാ ഡാറ്റകളും കൃത്യമായിട്ട് കൊടുത്തെന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ്. കാരണം അപേക്ഷയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുത്തി കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾ മാർക്ക് എൻ്റർ ചെയ്ത് അത് കൂടിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അവകാശപ്പെട്ടതല്ലാത്ത വെയിറ്റേജ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത്തരത്തിലെ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അഡ്മിഷൻ നഷ്ടപ്പെട്ടു പോകും. ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൊണ്ട് വളരെ കൃത്യമായ രീതിയിലുള്ള ഡാറ്റ മാത്രം നിങ്ങൾ കൊടുക്കാൻ വേണ്ടി ഉറപ്പെടുത്തുകയാണ്. അതേപോലെ തന്നെ നോൺ ക്രിമിനൽ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളാണെങ്കിൽ SC/BC കാറ്റഗറിയാണ്. അത്തരത്തിൽ SC/BC കാറ്റഗറി എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ETB, മുസ്ലിം, OBH, ധീവര, വിശ്വകർമ്മ, അതേപോലെ OBX, LC, കുടുംബി ഈ പറയുന്ന കാറ്റഗറിയിൽപ്പെട്ടവരാണ് SC/BC-കാർ. മറ്റുള്ള വിഭാഗത്തിൽപ്പെട്ടവർ ഒരു കാരണവശാലും SC/BC സെലക്ട് ചെയ്യരുത്. അപ്പോൾ ഇത്തരത്തിൽ ഈ വിഭാഗത്തിൽപ്പെട്ട എല്ലാ വിദ്യാർത്ഥികളും നിർബന്ധമായിട്ട് നിങ്ങളുടെ കൈവശം നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. അത് നിങ്ങൾ നിന്ന് അപേക്ഷ കൊടുക്കുമ്പോൾ കൊടുക്കുക. അപ്പോൾ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് നിർബന്ധമായി നിങ്ങൾ കൈവശം നിങ്ങൾ അപേക്ഷ അഡ്മിഷൻ കിട്ടുന്ന സമയത്ത് നിങ്ങൾ ഹാജരാക്കണം. ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർ കമ്മ്യൂണിറ്റി, അതായത് കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, അതേപോലെ EWS വിഭാഗത്തിൽപ്പെട്ടവർ കൃത്യമായിട്ട് അതിൻ്റെ ഈ പറയുന്ന പ്രോസ്പെക്സിൽ പറഞ്ഞ രീതിയിൽ തന്നെ EWS സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കൈവശം നിങ്ങൾ ഉണ്ടായിരിക്കണം. കൂടാതെ ഭിന്നശേഷി റിസർവേഷനിൽപ്പെട്ട വിദ്യാർത്ഥികളാണെങ്കിൽ അത്തരത്തിൽ വിദ്യാർത്ഥികൾ ഓൺലൈൻ അലോട്ട്മെൻറ്റ് അവർക്കുണ്ടായിരിക്കുന്നതല്ല. ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ ജസ്റ്റ് ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് അതത് കോളേജിലോട്ട് അയച്ചു കൊടുക്കുകയാണ് ചെയ്യുക. മറ്റുള്ള വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളെ പോലെ അലോട്ട്മെൻറ്റ് എന്നുള്ള സിസ്റ്റം ഉണ്ടാവില്ല. നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ കോളേജ് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി വിദ്യാർത്ഥികൾ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ ഇതിൻ്റെ ഫൈനൽ പ്രിൻ്റ് ഔട്ട് നിങ്ങൾ എവിടെയും നിങ്ങൾ അയച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നിങ്ങൾ ഓൺലൈനായിട്ട് നിങ്ങൾ അപേക്ഷ കൊടുത്താൽ മാത്രം മതി. ബാക്കിയുള്ള ഓരോ കാര്യങ്ങളും ട്രയൽ അലോട്ട്മെൻറ്റ്, ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ് നേരത്തെ ജനറൽ വിഭാഗത്തിലുള്ള അതേ രീതിയിൽ തന്നെയാണ് കൊമേഴ്സിൻ്റെയും വരിക. വിദ്യാർത്ഥികൾക്ക് 15 ഓപ്ഷൻ വരെ കൊടുക്കുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഒന്നാമതായിട്ട് കൊടുക്കുന്ന സമയത്ത് പരമാവധി നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജ്, അത് ഗവൺമെൻറ് എയ്ഡ് തന്നെ ഏറ്റവും കൂടുതലാക്കി കൊടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ശേഷം സെൽഫ് ഫിനാൻസ് അതേപോലെ യൂണിവേഴ്സിറ്റി സെൻറ്ററൊക്കെ നിങ്ങൾക്ക് പിന്നീട് നിങ്ങൾക്ക് അതിന് താഴെയായിട്ട് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കോളേജ് ഏതാണോ ആ തരത്തിൽ കോളേജുകൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ കൊടുക്കുക. അതേപോലെ ഫീസ് സ്ട്രക്ചറൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഗവൺമെൻറ് എയ്ഡിൽ ഫീസല്ല, യൂണിവേഴ്സിറ്റി സെൻറ്ററിലും സെൽഫ് ഫിനാൻസ് കോളേജിലും യൂണിവേഴ്സിറ്റി സെൻറ്ററിലും നിങ്ങൾ കൃത്യമായിട്ട് ഓരോ സെമസ്റ്ററിലും നിശ്ചിത ഫീസ് കൊടുത്ത് നിങ്ങൾ പഠിക്കണം. ഈ വ്യത്യാസം പ്രത്യേകം ശ്രദ്ധിക്കുക. ഫീസ് ഇല്ലാതെ ജസ്റ്റ് ഒരു നോർമലായിട്ടുള്ള അഡ്മിഷൻ ഫീ മാത്രം കൊടുത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ പറയുന്ന ഗവൺമെൻറ് അതേപോലെ സെൽഫ് എയ്ഡഡ് കോളേജിൽ മാത്രമാണ് ഈ ഒരു ഓപ്ഷൻ അവൈലബിൾ ആയിട്ടുള്ളൂ. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് ഫീസ് കൊടുത്ത് പഠിക്കേണ്ടതാണ്. ഇനി അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾക്ക് എവിടെയും അഡ്മിഷൻ കിട്ടാതെ വിദ്യാർത്ഥികൾ, കൊമേഴ്സ് ബി.എഡ് എവിടെയും അഡ്മിഷൻ കിട്ടാത്ത വിദ്യാർത്ഥികൾ, അതേ മറ്റുള്ള വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കൊക്കെ കേരള PSCയുടെ അംഗീകാരമുള്ള ബി.എഡ് വിദ്യാർത്ഥികൾക്ക് കേരളത്തിന് പുറത്ത് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. റെഗുലറായിട്ടുള്ള ബി.എഡ് തന്നെ വിദ്യാർത്ഥികൾക്ക് ചെയ്യാം. അത്തരത്തിൽ റെഗുലറായിട്ടുള്ള ബി.എഡ് കേരളത്തിന് പുറമെ വിദ്യാർത്ഥികൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന താഴെ കൊടുത്ത ആ ഒരു പേഴ്സണൽ വാട്സപ്പ് നമ്പർ, എൻ്റെ പേഴ്സണൽ വാട്സപ്പ് നമ്പറാണ്. അത് ജസ്റ്റ് നിങ്ങൾ ബി.എഡ് ഡീറ്റെയിൽസ് അയച്ചു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അഡ്മിഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എല്ലാ കാര്യം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ജസ്റ്റ് ആ വാട്സപ്പ് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇനി വിദ്യാർത്ഥികൾ അപേക്ഷ കൊടുക്കാൻ വേണ്ടി ജസ്റ്റ് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വന്ന് admission.uoc.ac.in എന്നുള്ള വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും മുകളിൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ ലിങ്ക് കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾ ജസ്റ്റ് രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യാറുന്നില്ല, ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ഓൾറെഡി അപേക്ഷ കൊടുത്തവരാണെങ്കിൽ, രജിസ്റ്റർ ചെയ്തവരാണെങ്കിൽ എൻ്റർ KPID സെക്യൂരിറ്റി ഇവിടെ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് ലോഗിൻ ചെയ്യുന്നു. ഇനി പുതുതായിട്ട് അപേക്ഷ കൊടുക്കാൻ വേണ്ടി വിദ്യാർത്ഥികൾ ജസ്റ്റ് കൊമേഴ്സ് ബി.എഡ് വിദ്യാർത്ഥികൾ ന്യൂ രജിസ്ട്രേഷൻ ഇവിടെ സൈനപ്പ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോർമലായിട്ടുള്ള നിങ്ങളുടെ നെയിം അതേപോലെ ഇമെയിൽ അഡ്രസ്സ് മൊബൈൽ നമ്പർ ജസ്റ്റ് കൊടുത്ത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന KPIDും അതേപോലെ സെക്യൂരിറ്റിക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അത് വെച്ച് വിദ്യാർത്ഥികൾ ജസ്റ്റ് ഇവിടെ വന്നിട്ട് വീണ്ടും ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തതിന് ശേഷം ബാക്കിയുള്ള പേഴ്സണൽ ഡീറ്റെയിൽസ്, അക്കാഡമിക് ഡീറ്റെയിൽസ്, അതേപോലെ ഓപ്ഷൻസ് തുടങ്ങിയ കാര്യങ്ങൾ ജസ്റ്റ് 1 by 1 ആയിട്ട് വിദ്യാർത്ഥികൾ ജസ്റ്റ് അപേക്ഷയിൽ കൊടുത്തെടുക്കുക. ഇത്ര മാത്രമാണ് അപേക്ഷയുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ വിദ്യാർത്ഥികളുടെ മറ്റു പ്രധാനപ്പെട്ടത് ഓൾറെഡി അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ
നാളെയാണ് ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ ഈ 31-ാം തീയതിയിൽ അപേക്ഷ കൊടുത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും ഉടൻ തന്നെ യൂണിവേഴ്സിറ്റി ഭാഗത്തു നിന്ന് ഈ പറയുന്ന ട്രയൽ അലോട്ട്മെൻറ്റ്, അതേപോലെ തന്നെ ഫസ്റ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നോർമലായിട്ടുള്ള ബി.എഡ് നേരത്തെ വിളിച്ച അതേ രീതിയിൽ തന്നെ ബി.എഡിൻ്റെ കൊമേഴ്സിൻ്റെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി മറ്റു വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക്, അതായത് കോളേജിൽ അഡ്മിഷൻ എടുക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് 4/8/2025 അതായത് മാനേജ്മെൻറ്റ് സീറ്റ് ഉൾപ്പെടെയുള്ള ജനറൽ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ എടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് 4/8/2025. ഇനി അതോടൊപ്പം തന്നെ ഇനിയും ബി.എഡ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ എവിടെയെങ്കിലും കോളേജ് വേക്കൻസി വരികയാണെങ്കിൽ അതിനനുസരിച്ചുള്ള അഡ്മിഷൻ ഡീറ്റെയിൽസ് യൂണിവേഴ്സിറ്റി ഭാഗത്ത് നിന്ന് അപ്ഡേറ്റ് വന്ന ഉടനെ വിദ്യാർത്ഥി നമ്മുടെ ചാനൽ അറിയിക്കുന്നതായിരിക്കും. ഓൾമോസ്റ്റ് എല്ലാ സീറ്റും യൂണിവേഴ്സിറ്റി ഭാഗത്ത് നിന്ന് ഫില്ലായിട്ടുണ്ട്. ഇനിയും യൂണിവേഴ്സിറ്റി ഭാഗത്ത് നിന്ന്, അതായത് നിലവിൽ പല വിദ്യാർത്ഥികളും ബി.എഡ് എടുത്തിട്ടും മറ്റു പല കോഴ്സുകളും ഇനിയും പോകുന്ന വിദ്യാർത്ഥികൾ, അത്തരത്തിൽ വിദ്യാർത്ഥികൾ പോകുന്നതനുസരിച്ച് വീണ്ടും പല കോളേജിലും സീറ്റ് വേക്കൻസി വരാൻ ചാൻസ് വരികയാണെങ്കിൽ അത്തരത്തിൽ യൂണിവേഴ്സിറ്റി ഭാഗത്ത് നിന്നുള്ള സ്പോട്ട് അഡ്മിഷൻ, അതുപോലെ റാങ്ക് ലിസ്റ്റ് അടിസ്ഥാനത്തിലുള്ള അഡ്മിഷൻ കാര്യങ്ങളൊക്കെ യൂണിവേഴ്സിറ്റി ഭാഗത്ത് നിന്ന് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻഫർമേഷൻ ലഭിക്കുന്നതായിരിക്കും, കോളേജ് വൈസ് നിങ്ങൾക്ക് ഇൻഫർമേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള യൂണിവേഴ്സിറ്റി കോമൺ നോട്ടിഫിക്കേഷൻ വന്നാൽ നിങ്ങൾ കൃത്യമായി നമ്മുടെ ചാനൽ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ ബി.എഡ് ഉൾപ്പെടെയുള്ള എല്ലാ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള അപ്ഡേറ്റ്സുകൾക്കും നമ്മുടെ ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് നോക്കാനും പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി ഉറപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു അപ്ഡേറ്റും നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും തൽക്കാലം ഡിസ്മിസ് സവാദരിച്ചിരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.